ഞാനും എൻ്റെ അച്ഛനായിട്ട് തീരെ എടുപ്പില്ല, മിണ്ടാറില്ല, വിളിക്കാറില്ല. അപ്പോൾ ഞാൻ ജനുവരി 2 ഒരു 10-11 മണി സമയത്ത് നീ ഞങ്ങളോട് പറഞ്ഞ കാര്യമുള്ളൂ. ആ ചെക്കനയുടെ CCTV വോയിസും കൂടി കിട്ടുന്നതുണ്ടെങ്കിൽ നമുക്ക് തപ്പി നോക്കട്ടെ, അത് കിട്ടുമെന്ന്. നീ പറഞ്ഞ ആ വാക്കുകൾ കറക്റ്റ്. അതുപോലെ തന്നെ ചാറ്റ്, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ചാറ്റാണ് ആരാണ് ആ സെലിബ്രിറ്റി. കാരണം ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ആരാണ് ആരാണ് ആരാണ്. ഉപ്പും മുളകും ലൈറ്റ് 2 ദിവസം ഈ സബ്ജക്റ്റേ ഞാൻ തൊട്ടില്ല, കാരണം വേണ്ടാന്ന് വെച്ചായിരുന്നു. ദേ കിടക്കുന്നു. ഇന്നലെ നന്ദൂസ് വീഡിയോ ആയിട്ട് വന്നു, അപ്പോഴും എടുക്കേണ്ടെന്ന് കരുതി. ഇന്ന് വീണ്ടും അതൊരു വേറെ വിഷയമായിട്ട് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് അമ്മയെ അതിന്റെ എക്സ്പ്ലനേഷനും കാര്യങ്ങളുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെ പൊന്നൂസിന്റെ അക്കൗണ്ടിൽ നിന്നാന്ന് തോന്നുന്നു ഒരു ചാറ്റ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അങ്ങ് ഡിലീറ്റ് ചെയ്തു. ആ ചാറ്റ് തപ്പിപ്പോയി ആളിനെ അങ്ങ് കെട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആളിനെ കുറിച്ച് അറിയണമെങ്കിൽ ഞാനൊരു സാമ്പിൾ പറയാം. അതുപോലെ തന്നെ നമുക്ക് എന്തായാലും വീഡിയോ റിയാക്ട് ചെയ്യാം. നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ നിങ്ങളുടെ പങ്കുവെക്കാം. അപ്പോൾ 2 വീഡിയോ കൂടെ ഒരുമിച്ച് ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് ഒതുക്കാം. 10-25 മിനിറ്റും ഒന്നും പോയിട്ട് കാര്യമില്ല. അതുകൊണ്ട് ഒരു 8 മിനിറ്റിലോ 9 മിനിറ്റിലോ നമുക്ക് ഒതുക്കാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഒരു ചാറ്റ് ഒന്ന് വെക്കാം. ഒരു 2 ചാറ്റും കാര്യങ്ങളും ഇന്നലെ പൊന്നൂസിന്റെ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടിൽ ഇട്ടാണ്. ഒരു 5-6 മിനിറ്റ് മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പോഴത്തേക്ക് ഈ ചാറ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചാറ്റിന്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് മുമ്പേ പറഞ്ഞത്. ഇപ്പം ഒരു യൂട്യൂബ് ചാനലിന്റെ താഴെ വന്നിട്ട് ഒരുപാട് ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്, ഈ ആളാണോ എന്നൊക്കെ. ഓക്കെ, ഏകദേശം നമുക്കറിയത്തില്ല കാര്യങ്ങളൊക്കെ. ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ അമ്മ വെളിപ്പെടുത്തുന്നുണ്ട്. ഞാൻ ഗോകുലും കൂടുതൽ അടുത്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജനുവരിയിലെ തുടക്കത്തെ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു, അതിന്റെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ. എന്തായാലും അമ്മ പറയുന്ന വീഡിയോയിലോട്ട് നമുക്കൊന്ന് പോവാം. അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ മൂന്നാർ പോയെന്ന് ഒരു കള്ളം കയറിണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പോ അതുകൊണ്ടായിട്ടൊന്നും അതിലൊന്നും പറയാൻ പറ്റില്ല. അല്ല, ഒരു ബാഗ് ഇവിടെ അകത്ത് വെച്ചിട്ട് മറന്നിട്ട് വീണ്ടും തുറന്നിട്ട് ആ ബാഗ് എടുക്കാൻ വേണ്ടി തുറന്നിട്ടുണ്ട്. അതൊക്കെ വ്യക്തതയാണ്, ഭയങ്കര ക്ലാരിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഫോൺ കൊടുക്കാൻ വന്നിട്ട് ഒറ്റയ്ക്ക വന്ന് അവിടെ കൊടുത്തവർക്ക് വന്നപ്പോ 2 ആള് കൂട്ട വന്നു. അതായത് ഫോൺ തന്നത് 3-ാമത്തെ ദിവസമാണ് ഞാൻ. ഈ ഫോൺ ഞാൻ മേടിച്ച് വെച്ചതാട്ടാ. ഈ ഫോണല്ല, പൊന്നിന്റെ ഫോണാണ് യൂസ് ചെയ്തിരുന്നത്. പൊന്നിന്റെ ഈ വേണ്ടതും വേണ്ടതും ഇവിടുന്ന് കുറെ അങ്ങോട്ട്, അവിടത്തെ കുറെ കെട്ടുപാണ്ടങ്ങൾ ഇവിടുന്ന്. നമ്മൾ ഈ ഫോണിലുണ്ടല്ലോ നീ സംസാരിച്ചു. ഞാൻ പൊന്നിന്റെ ഫോൺ, പൊന്നിനെ കണ്ടു. പിന്നെ അവളുടെ ഫോൺ യൂസ് ചെയ്ത് ഞാനാണ് മേടിച്ചപ്പോൾ അവൾ എന്നോട് അഹങ്കാരത്തിൽ പറയാം, എനിക്ക് എത്തേണ്ട ഫോണൊക്കെ ഇവിടെ എത്തി. അപ്പോൾ ഓൾറെഡി ഫോൺ കൊണ്ടുവരാപ്പോൾ ഞാൻ പറഞ്ഞ വീട്ടിലേക്ക് വരുത്തരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അടുത്തത് പറയാം. ഇനിയിപ്പോൾ ഒന്നും പറയണ്ട, നമ്മളിനി ഒന്നും പറയണില്ല. എന്നോട് തെച്ച് കാണും. അല്ല, പറയേണ്ടി വന്നാൽ പറയും. എനിക്ക് ഇതിന്റെ പിന്നാലെ നടക്കാൻ എനിക്ക് അധികം സമയമില്ല. ജോലിയില്ലാത്ത ഒരാളാണ്. പിന്നെ എന്തിനാ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോയി തുടങ്ങി പിന്നെ പേടിയൊക്കെ മാറും. പിന്നെ അവർക്ക് എന്തായാലും ഇപ്പൊ ജോലിക്ക് പോകാൻ സമയം കിട്ടില്ല. എന്താ വെച്ചാൽ ഇതിന്റെ പിന്നാലെയാണ്. നമുക്കിപ്പോ ഉള്ള ജോലിയായിട്ട് നമ്മൾ നീങ്ങാണ്. നമ്മുടെ ജോലി ഇപ്പൊ ഈ തൽക്കാലം യൂട്യൂബ് ചാനലും കാര്യങ്ങളും തന്നെ, ചെറിയ ഷോപ്പുള്ള കാര്യം പറയാൻ. നീ എന്നെ എത്ര പ്രാവശ്യം നിന്റെ ഭാര്യയോടാണ് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റ് മുമ്പ് ഞാനും എൻ്റെ അച്ഛനായിട്ട് തീരെ എടുപ്പില്ല, മിണ്ടാറില്ല, വിളിക്കാറില്ല. അപ്പോൾ ഞാൻ നീ ജനുവരി 2 ഒരു 10-11 മണി സമയത്ത് നീ ഞങ്ങളോട് പറഞ്ഞ കാര്യമുള്ളൂ. ആ ചെക്കനയുടെ CCTV വോയിസും കൂടി കിട്ടുന്നതുണ്ടെങ്കിൽ നമുക്ക് തപ്പി നോക്കട്ടെ, അത് കിട്ടുമെന്ന്. നീ പറഞ്ഞ ആ വാക്കുകൾ കറക്റ്റ്. എന്തിനീ നോണ പറയണത്? നിന്നെ പുറത്താക്കിയത് ഞങ്ങളല്ല പറഞ്ഞു, നിന്റെ അമ്മയും. നീ എൻഗേജ്മെന്റ് ചെയ്ത് കല്യാണം കഴിച്ചുകൊണ്ടേ അധികാരമുള്ള 2 വ്യക്തികളാണ് ഞങ്ങളോടാണ്. നിന്നെ വീട്ടിൽ നിന്ന് പ്രശ്നമാക്കിയിട്ട് പുറത്തേക്കാക്കി, വീട്ടുകാരെല്ലാവരും പുറത്താക്കി. എന്നിട്ട് ഏതോ അമ്മായിയുടെ 2 മക്കളാ, വല്യച്ഛൻ്റെ ഒരു 2 മക്കളാ, ഏതോ ഒരു 2 മക്കളുണ്ടായിരുന്നുള്ളൂ. ഏതോ ഒരു ചേച്ചിയോടെയാണ് പോയി നിന്നിരുന്നത്. ആ ചേച്ചി ചേച്ചിയല്ല സഹായിച്ചു, അതൊരു കൂട്ടുകാരി. പണ വയ്ക്കാൻ വീഡിയോയുടെ തുടക്കം നിങ്ങൾ കേട്ടായിരുന്നോ? മൂന്നാർ പോയപ്പോൾ കള്ളം കയറിയിട്ടുള്ള കാര്യങ്ങൾ. അത് തൊട്ടയിലത്തെ ആൾക്കാർ തന്നെയാണ് ഇവരോട് പറഞ്ഞു കൊടുത്തത്. ഇന്ന പോലെ രാവിലെ വന്നായിരുന്നു, രാവിലെയാണോ ഉച്ച സമയത്തോ കണ്ടാന്ന് തോന്നുന്നു, ഇത്ര മണിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടി അവിടെ അകത്തുണ്ടായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങാൻ നേരത്തെ ആ വീട്ടുകാർ ചോദിക്കുകയും ചെയ്ത്, മോള് വിളിച്ചിട്ടാണോ ഈ ചെക്കൻ വന്നേ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പം അതേ എന്നുള്ള രീതി സംസാരിച്ചു. പിന്നെ അവർ പുറത്ത് പോയിട്ട് വരുവൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങോട്ട് ബൈക്കിലോ അങ്ങോട്ട് കറങ്ങാൻ അങ്ങോട്ട് പോയിട്ട് വരും. ഇതെല്ലാം വീട്ടുകാർ അറിയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.
പുറത്ത് പോവുകയും പിന്നെ ഇവർ കൂടുതൽ അടുക്കുകയൊക്കെ ചെയ്യും. നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താ ഉദ്ദേശിച്ചെന്നുള്ള രീതിയിലാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പോവുകയും ചിലയിടത്തൊക്കെ പോയി താമസിക്കുന്ന പോലുള്ള ഇതൊക്കെ കാണുമ്പോൾ വീട്ടുകാർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ തന്നെ പറ. ഇപ്പോൾ എൻ്റെയോ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഇത് കാണുന്ന സ്ത്രീകളോടാണ് ഞാൻ ചോദിക്കുക, നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ പെങ്ങന്മാരോ ഇങ്ങനെ പോയി എന്നൊന്ന് അറിയുമ്പോൾ നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത്? പോയിട്ടോ, കുഴപ്പമില്ല, ഒരു നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ സംഭാരമോ കൊടുക്കുമോ? ഉള്ളത് പറ. അവരും പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മോളാണ്, ഞങ്ങളുടെ പൊന്നാണ്, ഞങ്ങളുടെ ജീവനാണ്, ഇന്ന ആളിനെ കുറിച്ച് ഇങ്ങനെ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അതാണ് ഇവിടെ മൊത്തം പ്രശ്നത്തിൽ വന്നത്. അപ്പോൾ ജനുവരി 2-ാം തീയതി അവർ മിണ്ടാട്ടം നിർത്തിയതാണ് സത്യത്തിൽ. ജനുവരി 2-ാം തീയതി. അതുപോലെ തന്നെ കഴിക്കാൻ നേരത്ത് മാത്രം എണ്ണിച്ച് വരികയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ആകുമ്പം വീട്ടുകാർക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ചിലപ്പോൾ നല്ല വഴക്കും, ചിലപ്പോൾ 2 പൊട്ടീരും കൊടുത്തുന്നിരിക്കും. ചിലപ്പോൾ ഒന്നാമതൊന്ന് ആലോചിച്ച് നോക്കും, ഈ കുട്ടിയുടെ നല്ല കളറാണ് ഈ കുട്ടിക്ക്, 2 അടി അടിച്ച് അത് തെണുത്ത് കാണുകയും ചെയ്യും. പിന്നെ ഒരു ഫോട്ടോയില്ല എന്ന് വെച്ചാൽ ഒരു അടി കൊടുത്ത് നല്ല രീതിയിൽ ചുമക്കുമ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ശരിക്കും അതങ്ങ് കറക്കും. അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്ത് വെച്ച് നല്ല ഐഫോണിലൊക്കെ എടുത്ത് വെച്ച് നല്ല ക്ലാരിറ്റി ആവുകയും ചെയ്യും, കാണുന്നവരൊന്ന് പേടിക്കുകയും ചെയ്യും. ഇതാണ് സത്യത്തിൽ സംഭവം. ഒന്ന് ചിന്തിച്ച് നോക്കുക, അച്ഛൻ്റെ അമ്മയുടെ ആ ഭാവത്ത് നിന്ന് ചിന്തിച്ച് നോക്കുക. അവരൊക്കെ ഇച്ചിരി പഴയ ചിന്താഗതിയുള്ള ആൾക്കാരൊക്കെയാണ് ഇതുപോലെ ഒരു കാര്യങ്ങൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാൾ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? അവരുടെ നെഞ്ച് പൊട്ടി ഒരച്ഛനും അമ്മയും പിറ്റേ ദിവസം മോളെ തലോടി ഇടിക്ക് ഉമ്മ വെക്കുകയൊന്നും ചെയ്തില്ല. ആ പിണക്കം മാറി വരാൻ കുറച്ച് താമസം എടുക്കും. അതേ ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അത് പല രീതിയിലും പല കഥകളുമായിട്ട് പോകുന്നുമുണ്ട്. ചിലപ്പോൾ അത് തുടർന്ന് തന്നെ പലവട്ടം അടിയോ കാര്യങ്ങളോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കാണും. അത് മനസ്സിൽ കിടക്കുമ്പോൾ തർക്കുത്തരം വരുമ്പോൾ 2 കൂടുതൽ കൊടുക്കുമായിരിക്കും. അങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾ ഈ വളച്ചൊടിക്കുന്ന രീതി പോവാതെ നേർക്ക് വഴി ഒന്ന് ചിന്തിച്ച് നോക്കുക. നിങ്ങൾ അച്ഛനും അമ്മയായിട്ട് അല്ലെങ്കിൽ ഒരു ആങ്ങളെയും പെങ്ങളും ഒക്കെ ആയിട്ട് ഇരുന്നൊക്കെ എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം മനസ്സിലാവും. ഞാൻ സബ്സ്ക്രൈബേഴ്സിനോടാണ് പറയുന്നത്. ഓക്കെ, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഞാൻ അതൊന്ന് വെച്ച് തരാം. ഈ സത്യം അറിഞ്ഞപ്പോ ഒരു പ്രാവശ്യം ഒന്നും ചെയ്തില്ല, 2ാമത്തെ പ്രാവശ്യം ഈ തെറ്റുകൾ തന്നെ ആവർത്തിച്ചു എന്ന് അറിഞ്ഞപ്പോൾ 2 അടി കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ മിസ്സിംഗ് കേസ് കണ്ട് പോലീസ് സ്റ്റേഷനിൽ ഈ ആ വ്യക്തി മിസ്സിംഗ് ആയിട്ട് പോയിട്ട് ഞങ്ങൾ പറയുന്നത് സംഭവിച്ചപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. 1 കഴിഞ്ഞ് 2 കഴിഞ്ഞപ്പോൾ ക്ഷമ ഒരച്ഛനാണ് ആ മനുഷ്യന് ക്ഷമ കേട്ടു. 2 അടി അടിച്ചു. 2 അടി അടിച്ചു. സ്റ്റേഷനിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഇനിയിപ്പോൾ അതിൻ്റെ പേരിൽ ഇന്ന് സ്വമേധ കേസ് എടുക്കുകയാണെങ്കിൽ തൊഴിലെല്ലാം വിളിക്കുകയാണെങ്കിൽ നിങ്ങളോട് അത്ര ഉപകാരം ഉണ്ടായിരിക്കും. ആ ഒരു സമയത്ത് വീട്ടിൽ ചെല്ലുന്നതും ഇതൊക്കെ ഓക്കെ, വീട്ടുകാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ്. അവർ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു, കറങ്ങാൻ പോകാനും അവിടെ പോകാനും ഒക്കെ ഇവർ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അപ്പുറം പോയി 3ാമത്തെ ഒരാളെ ഇന്ന് കേൾക്കുമ്പോൾ ഓക്കെ, ഇവരടുത്ത് പോയി ഇപ്പം ഒരു വീട്ടിൽ പോയി എന്ന് വെക്കുക, അടുത്ത ആരെങ്കിലും അത് കണ്ട് അത് ഇവരോട് പറയുമ്പോൾ ഇവരുടെ മാനസികാവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കണം. അത്രേ ഉള്ളൂ. അതാണ് ഇതുപോലെ. എന്തായാലും ഒരു കാര്യം ഞാൻ നിങ്ങളോട് അച്ഛനും അമ്മയും തുറന്നു പറയും, അവൻ തന്നെയാണ് അവളെ കെട്ടുകയൊക്കെ ചെയ്തത്. പിന്നെ അഥവാ എന്തെങ്കിലും കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും അവർ തന്നെ അനുഭവിക്കുകയും ചെയ്യും. നാളെ എന്ത് വന്നാലും നിങ്ങൾ അച്ഛനമ്മമാർ കൂടെ കാണുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. 18 or 19 വയസ്സുള്ള ഇത്രയും ഒന്ന് ആലോചിച്ച് നോക്കി. ആ കുട്ടിക്ക് ഒരു അസുഖമാണ്, ക്യാൻസർ ആണെന്ന് ആ കുട്ടി തന്നെ കഴിഞ്ഞ് വീടി പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനും അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത്രയും വർഷം നിങ്ങൾ വളർത്തി ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് 6 മാസം കണ്ട ഒരു ചെറുക്കൻ്റെ ഇവിടെ പോവുകയാണെങ്കിൽ അതിന് അത്രമാത്രം വിവരവും ബുദ്ധിയുള്ള നമുക്ക് മനസ്സിലാക്കുന്ന കാര്യമാണ്. അത് നിലനിന്ന് പോകട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റും. നാളെ ആ കൊച്ചിനൊരു ഭാരമാവരുത്, അവനൊരു ഭാരമാവാതിരിക്കട്ടെ, അത്രയും നമുക്കിപ്പോൾ പറയാൻ പറ്റും. നിങ്ങൾ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട, ഈ തല്ലിയെന്നും പറഞ്ഞിട്ട് തൂക്കിക്കൊല്ലാനൊന്നും പോകത്തൊന്നുമില്ല. അച്ഛൻ തന്നെയാണ്, അടിക്കാൻ അധികാരമുള്ള ആൾ തന്നെയാണ്. അത് പോലീസുകാർക്കും മനസ്സിലാകൊക്കെ പറ്റും. ഇതിന്റെ പേര് നിങ്ങളെ ജയിലിൽ കയറ്റുവാണെങ്കിൽ അല്ലെങ്കിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കുകയാണെങ്കിൽ, തൂക്കിക്കൊല്ലാൻ വിധിക്കത്തൊന്നുമില്ല, ജയിലിൽ കയറ്റുവാണെങ്കിൽ അതിനൊക്കെ എത്രമാത്രം ബുദ്ധിയും വിവരമുള്ളതും മനസ്സിലാക്കാൻ തന്നെ ഇപ്പം തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്തിനാണ് നമ്മളായിട്ട് ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ചെല്ലുന്നത്? നിങ്ങൾ മിണ്ടാതിരിക്കാവും. മിണ്ടായിരുന്നുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നിങ്ങളെപ്പോലുള്ള സബ്സ്ക്രൈബേഴ്സ് വന്ന് അതിൻ്റെ അടി വന്നിട്ട് കമൻറ്റിൽ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല, അപ്പോൾ നിങ്ങളുടെ തെറ്റെന്നിങ്ങനെ പറയും. ഒരു കാര്യം ഞാൻ എടുത്തു പറയാം, നെഗറ്റീവ് കമൻറ്റ്സ് ഫുള്ളും വരുന്ന നന്ദുവിൻ്റെ വീഡിയോയുടെ താഴെയാണ്. പക്ഷെ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് തെറ്റാരുടെ ഭാഗത്താണെന്നുള്ള രീതിയിലാണ്. പിന്നെ ഇരിക്കുന്നത്, ഇപ്പം ഞാനൊരു കാര്യം പറയാം, നമ്മുടെ കൂടെ ഒരാൾ ഇരിപ്പുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് 100 തെറ്റുകളുണ്ടെങ്കിൽ പോലും നമ്മൾ ഹൈഡ് ചെയ്ത് വെക്കത്തുള്ളൂ, അവരെ വെളുപ്പിക്കാനേ നോക്കത്തുള്ളൂ. അതാണ് സത്യത്തിൽ. അതായത് നമ്മുടെ വീടിന്റെ നികുതി അടച്ച കലാസ് നമ്മുടെ പെട്ടിയിൽ തന്നെ അച്ഛനെ അമ്മ ജാമ്യത്തിൽ ഇറക്കിയോളാം കേട്ടാ, വിഷമിക്കും. ധൈര്യമായിട്ട് പുറത്തേക്ക് കാണിച്ചോ, ഒരു വിഷയമില്ല. അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ, പക്ഷെ അമ്മ അച്ഛൻ ഇതുമ്മേ മാത്രമാണ് പറഞ്ഞ് നിർത്തണേ എന്ന് മാത്രം. ഇതിനപ്പുറത്തേക്ക് ഞങ്ങൾ പോണില്ല. പല വീഡിയോകളും ഞാൻ എടുത്ത് വെച്ചു. അവരുടെ ഈ റിയാക്ഷൻ വീഡിയോ കണ്ടിട്ട് ഞാൻ ഒരുപാട് വീഡിയോ, എനിക്കൊന്ന് എത്ര മണിക്കൂർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്? ഇന്നലെ ശരിക്കും 2 വീഡിയോ 2.5 മണിക്കൂർ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവര് വീണ്ടും പറയണം, നിങ്ങൾ അവരുടെ അന്ത്യം ആവരുത്.
വേണ്ട നിങ്ങൾ ഇനി ഇവിടുന്ന് വീഡിയോ ഇടും. നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളും നിങ്ങൾ ഞങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ ഞാൻ തുടർന്ന് വീഡിയോ ഇടും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലും എനിക്ക് എന്തായാലും ജീവിച്ചേ പറ്റൂ. എനിക്ക് എൻ്റെ അന്വേഷണം അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വീഡിയോസ് ഇടായിരിക്കാം. ഞാൻ അന്ന് വിളിച്ചപ്പോഴും നിങ്ങളോട് പറഞ്ഞൊരു കാര്യമാണ്, എന്തിന് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളായിട്ട് പോവുകയൊക്കെ ചെയ്യുക. ഇവരെന്തായാലും കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ നോക്കുന്നു എന്നേ പറയുകയും ചെയ്ത് നമ്മൾ അന്ന് ബ്ലോഗായിട്ട് വന്ന് പിറ്റേന്ന് ഇതുപോലെ ഒരു വീഡിയോ ആയിട്ട് വരുന്നു. ഏകദേശം സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലായി. നിങ്ങൾ മിണ്ടാതിരിക്കുമ്പോൾ ഈ പറയുന്ന എല്ലാം കളഞ്ഞു. പിന്നെ പയ്യൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ആരാണ് അത് പടച്ചു വിട്ടത്, അവൻ ഗൾഫിൽ പോയിട്ടില്ലെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാത്തിലും പോയിട്ടുള്ളതാണ്, ഗൾഫിലൊക്കെ പോയൊക്കെ ചെയ്തതാണ്. പിന്നെ പുള്ളിക്ക് അതിനോട് ഇൻട്രസ്റ്റ് ഇല്ല, പുള്ളി നാട്ടിൽ വന്നതാണ്. നമ്മൾ പറഞ്ഞു കൂട്ട് തന്നെയാണ് അവൻ ആ കാര്യങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്ത്. പിന്നെ അവൻ ആ ജോലിക്ക് താല്പര്യമില്ല. കുട്ടി ഒരുപാട് ഫോഴ്സ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നുള്ള രീതി. നല്ല ജോലിയും കാര്യങ്ങളല്ലേ, ഒരു പുറത്തൊക്കെയാന്ന് പറയുമ്പോൾ എല്ലാം പെൺകുട്ടികൾക്കും ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ ഒരു വിലയും കാര്യങ്ങളൊക്കെ തന്നെ. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ചാറ്റ്, ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ചാറ്റാണ് ആരാണ് ആ സെലിബ്രിറ്റി. കാരണം ഒരുപാട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് ആരാണെന്നുള്ള രീതിയിലാണ്. ഞാൻ അതിൻ്റെ ഉത്തരം തമ്പിലൈനെ വെച്ചേക്കാൻ. അതാണോ? കാരണം എന്ന് വെച്ചാലാ ഒരുപാട് ആൾക്കാർ കമൻറ്റും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. അതാണോ ഈ പറയുന്ന ഗൂഗിളിൻ്റെ ഫോളോവർ ആയിരുന്നു, പിന്നെ ഗൂഗിളിന് അൺഫോളോ അടിച്ചെന്നൊക്കെയാണ് പറയുകയൊക്കെ ചെയ്തത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഏകദേശമൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്ബും ഒക്കെ ചെയ്യുക. കാലത്തിൻ്റെ ഒരു പോക്കേ അങ്ങനെ വരുത്തുള്ളൂ. നമ്മൾ കാണുന്നതൊന്നുമില്ല, നമ്മൾ നല്ലതെന്ന് വിചാരിക്കുന്നത് എല്ലാം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്ബും ഒക്കെ ചെയ്യുക. ബൈ, ലവ് യു. അടുത്ത വീഡിയോ പറയാം.